ആളുകളെ ഇഷ്ടം. പക്ഷെ കിട്ടിയത് ഇങ്ങനെ ആയിപ്പോയില്ല. പക്ഷെ പത്ത് കാര്യമില്ല, നമ്മളെ സാഹചര്യം. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ പുറത്തെ വിശേഷങ്ങളൊക്കെ കാണട്ടെ കേട്ടോ. നല്ല ചീരത്തൈകളും ഇപ്പൊ കുറച്ചു നേരം കളിക്കും. കുഞ്ഞാറ്റെ ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി കാണട്ടെ. അതിനൊപ്പം തന്നെ കണ്ടില്ലേ നിങ്ങളെ നല്ല കോഴി കൃഷിയൊക്കെ കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളെ ഇന്നത്തെ കുഞ്ഞുളോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കാറില്ല അനിയത്തിനായിട്ട് തെറ്റാണോ പിണക്കാണോ എന്താ പോവാറില്ലേ എന്നൊക്കെ. അപ്പൊ ഞാനിത് അനിയത്തിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മളെ വ്ളോഗില് ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ എല്ലാവരും നമ്മളെ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പൊ എന്റെ അനിയത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഇറ്റ്സ് മീ റംന എന്നുള്ള ചാനലിൽ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇനി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്യാത്തവര് അവളെയും സപ്പോർട്ട് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ഇനി സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ പുറത്തെ വിശേഷങ്ങളൊക്കെ കാണട്ടാ. കണ്ടില്ലേ നല്ല ചീര. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ പുറത്തെ വിശേഷങ്ങളൊക്കെ കാണട്ടെ കേട്ടോ. നല്ല ചീരത്തൈകളൊക്കെ നന്നായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവള് നല്ല പച്ചക്കറി കൃഷി ഒക്കെ കാര്യങ്ങളൊക്കെ ഇവള് ചെയ്യൂട്ടാ. എനിക്ക് പിന്നെ അവിടെ സ്ഥലപരിധി കുറവാണല്ലോ. തീരെ അവിടെ സ്ഥലവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവിടെ നല്ല മണലും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ നല്ല ചുവന്ന മണ്ണാണ്. പിന്നെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഒഴിച്ച്. അപ്പൊ ഇതാ ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ചെടിയും പച്ചക്കറിയൊക്കെ ഉണ്ട്. ഇനി നമ്മളെ അടുക്കള ഭാഗത്ത് നന്നായിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു അടുക്കള തോട്ടം തന്നെ നിങ്ങൾക്ക് പരിചയം. ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി കാണട്ടെ. അതിനൊപ്പം തന്നെ കണ്ടില്ലേ നിങ്ങൾ നല്ല കോഴി കൃഷിയൊക്കെ കേട്ടോ. അത് ഒരുപാട് കോഴികൾ ഇവിടെ ഉണ്ടായിരുന്നു. കൊറോണത്തിൽ കൊണ്ടുപോയതപ്പോ കുഞ്ഞു കുഞ്ഞു കോഴികളായിട്ടുള്ളത്. ഒരുപാട് ചീര, തക്കാളി, മുളക് ഇതൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചീരൊക്കെ നല്ല സെറ്റായി നിൽക്കാൻ കേട്ടോ. അപ്പൊ മുറിക്കാനായിട്ട് നിൽക്കാൻ. അപ്പൊ നാളെ മുത്ത് വരാൻ വേണ്ടിട്ട് അവള് കാത്തു നിൽക്കാൻ കേട്ടോ. ചീരൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയും ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഓമക്കായൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതാണ് എന്റെ ബ്ലോഗിൽ നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. അതാണ് എന്റെ ഒരു അവസ്ഥ. അപ്പൊ മക്കളെ നിങ്ങളും നോക്കിയിട്ട് നല്ല പടവലങ്ങടെ വെള്ളിയും പയറ് കുറെ സാധനങ്ങളുണ്ട്. ഇതാ കുമ്പളങ്ങ ഉണ്ട്, തക്കാളികളുണ്ട്, ഇതാ മത്തുണ്ട്, പിന്നെ അമരക്ക എല്ലാം കിട്ടും. അവിടെ വന്നപ്പോ ഞാൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു. ഒരുപാട് ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട്, ഒരുപാട് ദിവസമല്ല മാസങ്ങളോളായി ഇവിടെ വന്നിട്ട്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അനിയത്തിന് വീട്ടിൽ പോവാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ സ്കൂള് മദ്രസൊക്കെ ലീവ് കിട്ടാത്തതുകൊണ്ട് അതുവരെയും വരാതിരുന്നത്. പിന്നെ ഞാൻ വരും, ഉമ്മാനവിടെ വരും, ഒരു ദിവസം നിൽക്കും, അതേപോലെ തിരിച്ചു ഓടല്ലേ. അതുകൊണ്ടാണ് വരാം. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം നിൽക്കണം വേണ്ടേ. അതുകൊണ്ടാട്ടോ വരായിരുന്നു. നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനം തന്നെയാണ് എന്റെ അനിയത്തിയെ. ഞാൻ നല്ല അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുക. പിന്നെ പുറത്താവിൽ ചെറുപ്പം മുതലേ തന്നെ എന്ത് കുഴിച്ചിട്ടാലും പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. ചെറുപ്പത്തിലേ തന്നെ അങ്ങനെയാണ്. അത് ചില ആളുകൾ അങ്ങനെയാണ്. എന്റെ വല്യമ്മ അങ്ങനെ തന്നെയാണ്. ആ ഒരു ഗുണം എന്തായാലും പിന്നെന്താ കൈപ്പട വള്ളിതാ കടന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോ നമ്മളെ കുഞ്ഞാറ്റിയും ശ്യാമോനൊക്കെ അനുവദിച്ച് കളിക്കുന്നുണ്ട്. അതിനൊക്കെ കുളിക്കാതെ നടക്കണില്ല. ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അവർ സ്കൂളിൽ പോയിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ നമ്മളെ സൂപ്പർ അടുപ്പ്. ഇതുപോലൊക്കെ ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട് മക്കളെ. പക്ഷെ എന്റെ സാഹചര്യം വേറെ രീതിയിലുള്ള സാഹചര്യം. നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളെ മുന്നോട്ട് പോവാം. അങ്ങനെ ഇങ്ങനെ പുറത്തൊക്കെ അടുപ്പ് എടുത്താൽ അതൊക്കെ ഒരു വൈബാണല്ലേ. അപ്പൊ ഇവിടെ വന്നാൽ എന്തായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അവിടെ വരുന്നത് ഇവിടെ നിൽക്കുന്നതൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനൊക്കെ കാണുമ്പോൾ സന്തോഷമല്ലേ. നമ്മള് വൈകുന്നേരം അടുപ്പൊക്കെ പണ്ടൊക്കെ നമ്മള് തറവാട്ടിലൊക്കെ ആകുമ്പോ അരിമണിയൊക്കെ ഉണ്ടാക്കി പണ്ട് നമ്മള് മറ്റേ കളിച്ചിരുന്ന ഓർമ്മയുണ്ട് നമ്മള് വട്ടംകൊളത്ത് വീടാകുമ്പോ. അതൊക്കെ രസമായിരുന്നു. പക്ഷെ ഇപ്പത്തെ മക്കൾക്ക് എന്തായാലും അങ്ങനത്തെ കളികളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ കുറച്ചു നേരം കളിക്കും, അവർ കളി കഴിഞ്ഞ് പറഞ്ഞ് എടുത്ത് വെക്കും. അങ്ങനത്തെ കളികളാണ് ഇപ്പൊ നടന്നുകൊണ്ട്. കുഞ്ഞാറ്റെ ഒരു ഹായ് പറഞ്ഞേ. മണ്ണുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കുഞ്ഞാറ്റ. കൊറേ കൊട്ടിച്ചു കൂട്ടിണ്ടല്ലേ. പണ്ട് നമ്മള് മറ്റേ കളിച്ചിരുന്ന ഓർമ്മയുണ്ട് നമ്മള് വട്ടംകൊളത്ത് വീടാകുമ്പോ. അതൊക്കെ രസമായിരുന്നു. പക്ഷെ ഇപ്പത്തെ മക്കൾക്ക് എന്തായാലും അങ്ങനത്തെ കളികളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ കുറച്ചു നേരം കളിക്കും, അവർ കളി കഴിഞ്ഞ് പറഞ്ഞ് എടുത്ത് വെക്കും. അങ്ങനത്തെ കളികളാണ് ഇപ്പൊ നടന്നുകൊണ്ട്. കുഞ്ഞാറ്റെ ഒരു ഹായ് പറഞ്ഞേ. മണ്ണുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കുഞ്ഞാറ്റ. കൊറേ കൊട്ടിച്ചു കൂട്ടിണ്ടല്ലേ.
ഞങ്ങളിത് ജ്യൂസ് അടിക്കാറില്ലമ്മ. നല്ല രസല്ലേ? ആയ പറയും. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മുടെ ഉണ്ണുണ്ണി ഒരു പണി തന്നതാണ് കേട്ടോ, ബദാം പൊളിക്കല്. അപ്പൊ മക്കളെ, നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നിങ്ങളെല്ലാരും കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ പറയുന്നത്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ള എല്ലാവർക്കും. അപ്പൊ അതാ മക്കളെ, നിങ്ങൾ നോക്കിയിട്ട് നല്ല പടവലങ്ങട വെള്ളി, പയറ്, കുറെ സാധനങ്ങളുണ്ട്. ഇതാ കുമ്പളങ്ങ ഉണ്ട്, തക്കാളികളുണ്ട്, ഇതാ മത്തുണ്ട്, പിന്നെ ഇത് അമരക്ക എല്ലാം കിട്ടും. അവിടെ വന്നപ്പോ ഞാൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു. ഒരുപാട് ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട്, ഒരുപാട് ദിവസമല്ല, മാസങ്ങളോളായി ഇവിടെ വന്നിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, അനിയത്തി വീട്ടിൽ പോവാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ സ്കൂള് മദ്രസൊക്കെ ലീവ് കിട്ടാത്തതുകൊണ്ടാണ് അതുവരെയും വരാതിരുന്നത്. പിന്നെ ഞാൻ വരും, ഉമ്മാൻ അവിടെ വരും, ഒരു ദിവസം നിൽക്കും, അതേപോലെ തിരിച്ചു ഓടല്ലേ. അതുകൊണ്ടാണ് വരാം. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം നിൽക്കണം വേണ്ടേ, അതുകൊണ്ടാട്ടോ വരായിരുന്നു. നമുക്കിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനം തന്നെയാണ് എന്റെ അനിയത്തി. ഞാൻ നല്ല അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുക. പിന്നെ പുറത്താവിൽ എന്ത് ചെറുപ്പം മുതലേ തന്നെ എന്ത് കുഴിച്ചിട്ടാലും പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. ചെറുപ്പത്തിലേ തന്നെ അങ്ങനെയാണ്. അത് ചില ആളുകൾ അങ്ങനെയാണ്. എന്റെ വല്യമ്മ അങ്ങനെ തന്നെയാണ്. ആ ഒരു ഗുണം എന്തായാലും. പിന്നെന്താ കൈപ്പട വള്ളിക കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോ നമ്മളെ കുഞ്ഞാറ്റിയും ശ്യാമോനൊക്കെ ആനുവായിട്ട് കളിക്കുന്നുണ്ട്. അതൊക്കെ കുളിക്കാതെ നടക്കണില്ല. ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഇല്ല കേട്ടോ, അവർ സ്കൂളിൽ പോയിട്ടുണ്ട്. എല്ലാവരും ഇതാ നമ്മളൊരു പുതിയ വിശേഷം കേട്ടോ. അത് ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് അവൾ ആദ്യമായിട്ടാണ് ഈ കൂൺ കൃഷി നടത്തുന്നത്. കൂണ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇന്നലെ അവള് കുറെ മുറിച്ചത്രട്ടോ. ഇന്നിപ്പോ ഇതാ പുതിയ ഇന്നിതാ അത് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇത് അവിടൊക്കെ നന്നായി മുള പൊട്ടിയിട്ടുണ്ട് കേട്ടാ. നാളെ ആവുമ്പോ സെറ്റ് ആവും. ഇവിടെ ഉണ്ട് കേട്ടോ, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെയിലായ കാരണം ഒന്ന് വാടിക്ക് രാവിലെ ഇടവഴിയെ കണ്ടില്ലേ, അതൊക്കെ അവള് നന്നായി അവിടെ തൊട്ട് ഈ തല വരെ വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടങ്ങൾ അവളെ വീഡിയോയിലൊക്കെ കാണാറില്ലേ. അപ്പൊ ഇതാ വീടും പരിസരമൊക്കെ നല്ല ക്ലീൻ. പിന്നെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ചെടികള്. ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടാ, കൊറേ ഉണ്ടായിരുന്നു. എനിക്ക് പണ്ട് ഓർമ്മ ഉണ്ടാ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാക്ക് പ്രാവുള്ള സമയത്ത് നമ്മള് കാശിത്തുമ്പോ കുഴിച്ചിട്ട് പ്രാവ് കാശിത്തുമ്പ നശിപ്പിച്ചപ്പോ അന്ന് ഞാൻ പ്രാവിനെ എറിഞ്ഞി. എന്റെ ഓർമ്മ പ്രാവിനെ എറിഞ്ഞി, കാലൊടിഞ്ഞി, കാക്ക ചെടി മൊത്തം എടുത്ത് പറിച്ചിട്ട്. അന്നുണ്ട് ഈ പ്രാന്ത്, ചെടിപ്രാന്ത്. എനക്കും ഇഷ്ടല്ലേ ചെടി? എനിക്ക് ഇഷ്ടല്ലേ. നാട്ടു ചെടിയൊന്നുമില്ല അവിടെ? നാട്ടു ചെടികളൊന്നും അവിടെ ഇല്ല? നാളെ കൊണ്ടേ റോസും ചെടിയൊന്നും അവിടെ ഇല്ല. ഇവിടുന്ന് ഒരു ലോറി മണ്ണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെടി വെച്ചോണ്ട് ബസ്സിനെടുത്ത് കൊണ്ടുവരും മണ്ണ്. അതൊക്കെയാണ് നമ്മളെ അവസ്ഥ. ഇവിടെ ഉണ്ട് ചെടി. ഇത് കുപ്പിച്ചരങ്ങ പറഞ്ഞിങ്ങനെ ഉരുണ്ടിട്ട് ഒരു ചരങ്ങല്ലേ? വള്ളിയോ ഇതാ, അതിനാണ് ഈ വള്ളി കയറ് കിട്ടിച്ചിക്കണ്. അതുമ്പോ കൂടെ അത് ഞാൻ നാളെ വാങ്ങിയത്. നമുക്ക് കൊറേ കുരുമുളക് ഉണ്ടായി. അത് സാധാ ചരങ്ങ, പടവലം ചരങ്ങക്കാർ നല്ല വലിയ ഇല. അത് നീളല്ല, ഉണ്ട ബോള് പോലെ ടൈപ്പ്. പിന്നെ എന്റെ ബാക്കില് എന്റെ ബാക്കിലുള്ളത് റൂബ്ലിക്ക. ഡൂബ്ലിക്ക നമ്മള് പണ്ട് അയിലക്കാടൊക്കെ പോയി നിക്കുമ്പോ ഓർമ്മ ഉണ്ടാ? അപ്പൊ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ നല്ല സൂപ്പർ വീഡിയോ വരുന്നുണ്ട്. നാളെ സൂപ്പർ വീഡിയോ അല്ല, താത്താന്റെ നല്ലൊരു ഇന്റർവ്യൂ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. റബി മാമിനെ സപ്പോർട്ട് ചെയ്യാൻ പറയ്, ഇങ്ങോട്ട് നോക്കൂ. എന്ത് സപ്പോർട്ട് ചെയ്യാ? അപ്പൊ ഞാൻ റബിമോനെ കൊണ്ട് നാളത്തെ വീഡിയോക്കുള്ളത് സെറ്റ് ആക്കിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എന്റെ യൂട്യൂബ് ഒന്നും കൂടി ശരിയാക്കാത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ലാസ്റ്റ് ഒരു ചോദ്യം, എന്റെ മോൻക്ക് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു? ഞാന് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താത്താന്റെ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ എന്റെ കമ്മ്യൂണിറ്റി ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് എന്നുള്ളതല്ലേ.